നമസ്തേ. ഐ ആം മുത്തമൻ കെ.എം. കോടിയേരി. ഭഗവത്ഗീതയുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് ഭഗവത്ഗീത. ഭാരതീയ തത്വസംഹിതകൾ ഒക്കെ ഉൾക്കൊള്ളുന്ന ആ കാര്യത്തോടു കൂടിയാണ് ഞാൻ സമീപകാല സംഭവങ്ങളൊക്കെ വിശകലനം ചെയ്യുകയാണ്. ഭഗവത്ഗീത അതിനു മുമ്പേ ഉണ്ടായത് രാമായണമാണ്. ഏറ്റവും ആദ്യമുണ്ടായത് രാമായണമാണ്. രാമായണം എന്താണ്? രാമായണ സംഗതി എന്താണ്? രാവണൻ ലോകത്തെ മുഴുവനും ഈശ്വരന്മാരെ കൂടി അടക്കി ഭരിക്കുകയാണ് രാവണൻ. അപ്പോൾ രാവണനോട് ഒരു രക്ഷയുമില്ല. അങ്ങനെ രാവണൻ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ ഭാരതത്തിലെ വനാന്തരങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പുഷ്പക വിമാനത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അവിടെ ഒരു സുന്ദരിയായ തപസ്വിനി ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നു, തപസ്സിൽ മുഴുകിയിരിക്കുന്നു. ആ സുന്ദരിയെ വേദവതിയെ സമീപിച്ച് രാവണൻ തൻ്റെ അതിശക്തമായ യൗവനത്തെയും ഒക്കെ അവളിലേക്ക് പ്രയോഗിക്കുകയാണ്. അവളെ ബലാത്സംഗം ചെയ്തു. അവൾ സമ്മതിക്കാതെ ബലാത്സംഗം ചെയ്തു. ഉടൻ തന്നെ അവൾ ശപിച്ചു, ഹേ നരാധമ, നിനക്ക് എന്നിൽ പിറക്കുന്ന മകളാൽ നിന്റെ നാശം സംഭവിക്കും. അതാണ് സീത. സീതയെ രാവണൻ തന്നെ കട്ടുകൊണ്ടുപോയി. അറിയാതെ, തൻ്റെ മകളാണെന്നറിയാതെ രാവണൻ്റെ കൊട്ടാരത്തിൽ സ്വന്തം ഭാര്യയെപ്പോലെ, ഭാര്യയായിട്ടോ മറ്റോ താമസിക്കാൻ വനവാസകാലത്ത് രാമനെയും ലക്ഷ്മണനെയും അകറ്റി മാനിനെ കൊണ്ട് അകറ്റി നിർത്തി രാവണൻ കട്ടുകൊണ്ടുപോയി. അങ്ങനെ കട്ടുകൊണ്ടുപോയ രാവണനെ ഹനിക്കാനാണ് ശ്രീരാമൻ്റെ ജനനം തന്നെ. രാമനായിട്ട് മനുഷ്യനെ തന്നെ കൊല്ലാൻ പാടുള്ളൂ. മനുഷ്യനെ മാത്രമേ എന്നെ കൊല്ലാൻ കഴിയാവൂ എന്നാണ് വരം. വേറെ ദേവന്മാർക്കോ അസുരന്മാർക്കോ ആർക്കും കൊല്ലാൻ കഴിയരുത്. അതാണ് ശ്രീരാമൻ മനുഷ്യനായി തന്നെ ജനിച്ചു കൊണ്ടുവന്നിട്ട് അങ്ങനെ ചെയ്തു. അതിൻ്റെ കുറ്റം അത് രാമന് അർഹിക്കുന്ന തരത്തിലുള്ള യുദ്ധം ചെയ്ത്, രാവണന് അർഹിക്കുന്ന തരത്തിലുള്ള യുദ്ധം ചെയ്ത് സീതയെ വീണ്ടെടുക്കുന്നതാണ്. അതേപോലെ സുഗ്രീവൻ്റെ ഭാര്യയെ അപഹരിച്ചു വച്ചിരിക്കുന്ന ബാലിയെയും രാമൻ തന്നെ സഹോദര ഭാര്യയെ അപഹരിച്ചു, സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചു ഇതിനുള്ള ശിക്ഷയാണ് ബാലിയെ വധിച്ചത്. അത് അങ്ങനെയൊക്കെ. അതേപോലെ ഇതൊക്കെ ആദ്യത്തെ കാവ്യമായ രാമായണത്തിൽ തന്നെ ബലാത്സംഗവും ഇതൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇത് ബലാത്സംഗം ആവുന്നത് സ്ത്രീ സമ്മതിക്കാതെ ഇരിക്കുമ്പോൾ, ബലാത്സംഗമാവുന്നത് സ്ത്രീ സമ്മതിക്കാതെ ഇരിക്കുമ്പോൾ, അല്ലാതെ ഒരു പെണ്ണും പുരുഷനും ബന്ധപ്പെടുന്നത് പ്രകൃതിക്ക് വിരുദ്ധമല്ല. മനുഷ്യരുണ്ടാക്കിയ ചട്ടങ്ങളാണ്, ക്രമീകരണങ്ങളാണ് ജീവിതം വിജയിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്, മറ്റുള്ളതല്ല. അപ്പോൾ പാഞ്ചാലിയെ പാണ്ഡവന്മാരെ അവമാനിക്കാൻ വേണ്ടി മാത്രമാണ് പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്തത് ദുശ്ശാസനൻ. നൂറ്റവന്മാരിൽ ഏറ്റവും ഇളയവനായ ദുശ്ശാസനൻ ദുര്യോധനൻ്റെ കൽപ്പനയാൽ വസ്ത്രാക്ഷേപം നടത്തുകയായിരുന്നു. അതിനുള്ള ശിക്ഷയാണ് മഹാഭാരത യുദ്ധം. അപ്പോൾ ആ അധർമ്മികളെ ഹനിക്കാൻ
അർജുനൻ അപ്പുറത്തുള്ള അവരുടെ ഭാഗത്തുള്ള ഭീഷ്മരെയും ദ്രോണരെയും ഒക്കെ വലിയച്ഛനെയും ഗുരുനാഥനെയും ഒക്കെ കണ്ട് അവരെയൊക്കെ ഹനിക്കേണ്ടി വരുന്ന അവസ്ഥയോർത്തിട്ട് മടിച്ചു നിൽക്കുമ്പോൾ കൃഷ്ണൻ അർജുനനെ കർമ്മനിരതനാക്കുകയായിരുന്നു. അപ്പോൾ കർമ്മനിരതൻ ആക്കുകയാണ് ഭഗവത്ഗീത. എല്ലാവരെയും കർമ്മനിരതരാക്കുകയാണ് ഭഗവത്ഗീത. അതുപോലെ തന്നെ കർമ്മം ചെയ്യുന്നത് അപ്പോൾ നികൃതിപ്രാജ്ഞോ ഹന്തവ്യേതി നിശ്ചയ എന്ന് പറഞ്ഞിട്ടുണ്ട്. തെറ്റ് ചെയ്യുന്നവനെ തെറ്റുകൊണ്ട് തന്നെ ശിക്ഷിക്കണം. അപ്പം ശ്രീരാമൻ ഈശ്വരനല്ലേ, അതെങ്ങനെയാ? ശ്രീരാമൻ നേരിട്ട് രാവണനെ മനുഷ്യന് മാത്രമേ കൊല്ലാൻ പറ്റുമോ? പക്ഷേ കൃഷ്ണൻ വന്നിട്ട് കൃഷ്ണൻ എന്തുകൊണ്ട് കൊന്നില്ല? ഇത് കർമ്മത്തിനനുസരിച്ചിട്ടുള്ള ഫലം ലഭിക്കുകയാണ്. ഓരോരുത്തരും ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ചിട്ടുള്ള ഫലം ലഭിക്കുകയാണ്. ഇന്നിപ്പോൾ ഒരു വലിയ യുവതികൾ അവമാനിക്കപ്പെട്ടു, ബലാത്സംഗം ചെയ്യപ്പെട്ടു, പല വാഗ്ദാനങ്ങളും നൽകി ഞങ്ങളെ ചതിച്ചു. അങ്ങനെ ഞങ്ങൾ അവർക്കൊക്കെ പുരുഷന്മാർക്ക് അടിമയായി നിൽക്കേണ്ടി വന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാനധികമൊന്നും സിനിമ കണ്ടിട്ടില്ല. പണ്ടൊക്കെ ചുരുങ്ങിയ പക്ഷം ഞാൻ സ്വന്തമായി സിനിമ കണ്ടത് 20 വയസ്സെങ്കിലും ആയപ്പോഴാണ്. 20 വയസ്സെങ്കിലും. അപ്പോൾ തന്നെ എനിക്ക് കുടുംബത്തിൻ്റെ വലിയ ഭാരമുണ്ടായിരുന്നു. അതുമാത്രമല്ല, എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഷോപ്പിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിന് വേണ്ടി അതിനുള്ള പരക്കം പാച്ചിലൊക്കെ ആയിരുന്നു. എനിക്ക് സിനിമ വർഷത്തിൽ ഓണത്തിനും വിഷുവിനും മാത്രമാണ് ഞാൻ ഒരു സിനിമ കാണാറ്. മറ്റു പലരും എൻ്റെ സുഹൃത്തുക്കളൊക്കെ മിക്ക സിനിമകളും കാണാറുണ്ട്. ആ കാലത്തെ സിനിമ കണ്ട് ഞാൻ ആദ്യമായി കണ്ട ഓർമ്മയുള്ള കണ്ടത് ഒന്ന് ജ്യേഷ്ഠൻ ചെറിയ 12 വയസ്സ് മറ്റോ എനിക്കുള്ളപ്പോൾ കാണിച്ചു തന്ന തമിഴ് സിനിമ കർണനാണ്. രണ്ടാമത് ഞാൻ കണ്ടത് കർണനല്ല, ജ്യേഷ്ഠൻ കാണിച്ചത് ലൈല മജ്നുവാണ്. അതിനുശേഷം കർണൻ കണ്ടു ഒരിക്കൽ തമിഴിലുള്ള. പിന്നെ കണ്ടത് വാഴവേ മായമാണ്. പിന്നീട് ഞാൻ കണ്ട സിനിമ വാഴവേ മായമാണ്. എല്ലാറ്റിലും എന്തിലായാലും അതിനൊക്കെ അങ്ങനെ വലിയ പ്രശ്നമില്ല. അതിന് ശേഷം വരുന്ന സിനിമകളൊക്കെ എല്ലാവരുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ചുരുങ്ങിയ പക്ഷം 2 ബലാത്സംഗം എങ്കിലും ഇല്ലാത്ത ഒരു സിനിമ വിജയിക്കുകയില്ല എന്നാണ്. സിനിമ വിജയിക്കാറില്ല. അപ്പോൾ ബലാത്സംഗം നിർബന്ധമാണ്. ആണും തമ്മിൽ ബലാത്സംഗം നടക്കുമോ? ഇല്ല. അതിന് തയ്യാറായി വരുന്ന സ്ത്രീകളുണ്ടായിരുന്നു. പുരുഷൻ്റെ കൂടെ ബലാത്സംഗത്തിന് തയ്യാറായി വരുന്ന സിനിമ. അതല്ല ഞാൻ പറയുന്നത്. ഞാൻ ആദ്യം പറയുന്നത് എന്നെ വളരെ ആകർഷിച്ച സിനിമ ശ്രീകൃഷ്ണപരുന്താണ്. അധികം ഞാൻ അങ്ങനെയൊന്നും സിനിമ കാണാറില്ല കേട്ടോ. ശ്രീകൃഷ്ണപരുന്ത് കാണാറില്ല. അതിൽ ഈ ഒരു സ്ത്രീ വിഷം തീണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് മറന്നുപോയി, വിഷം തീണ്ടിയിട്ടോ അല്ലെങ്കിൽ പിന്നെ ബാധ കൂടിയിട്ടോ എന്തോ സ്ത്രീയെ, സുന്ദരിയായ യുവതിയെ പൂർണ്ണമായി നഗ്നയാക്കി കിടത്തിക്കൊണ്ടാണ് മോഹൻലാൽ അതിനുള്ള പരിഹാരം ചെയ്യുന്നത്. വിഷം ഏറ്റിട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ വിഷമേറ്റതിന് മോഹൻലാൽ പൂർണ്ണമായി നഗ്നയാക്കിയ സുന്ദരിയായ ഒരു യുവതിയെ വളരെ നേരം മുന്നിൽ കിടത്തിക്കൊണ്ട് ചെയ്യുന്ന കർമ്മം, അതെല്ലാം കഴിഞ്ഞാൽ ആർക്കാണ് സ്വയം രണ്ടാളും സ്ത്രീയും പുരുഷനും ഒരേപോലെ വികാരാധീനരാകും. പ്രകൃതിയുടെ സ്വഭാവമാണത്. അങ്ങനെ മോഹൻലാൽ പലതവണ ആ സുന്ദരിയെ കല്യാണം കഴിക്കാൻ പാടില്ല, അതുകൊണ്ട് അവളെ തന്നെ വെച്ച് കൂടുന്ന ഒരു സിനിമയാണ് അത്. ശരിക്കും വളരെ യുവാക്കൾക്ക് വളരെയധികം ഹരം പകരുന്നതാണ്. പിന്നീട് ഞാൻ കണ്ട ഒരു ബലാത്സംഗം കണ്ട സിനിമ
അത് സുകുമാരനാണ്, സ്ത്രീ ഏതാണെന്നറിയില്ല. ആ ബലാത്സംഗം എന്ന് പറഞ്ഞാൽ സ്ത്രീ നഗ്നയായിട്ട് തന്നെയാണെന്ന്, ഈ ഭാഗം മറിച്ചിനോ എന്തോന്നറിയില്ല. അതൊന്നും അങ്ങനെയൊന്നും ഓർക്കാൻ പറ്റുകയില്ല. ശരീരത്തിൽ ശരീരത്തിൽ പുരുഷൻ കിടന്നിരിക്കുകയാണ്. അങ്ങനെയാണ് അവളുടെ മാറിടമൊക്കെ മറയ്ക്കുന്നത്. പക്ഷേ കാലുകൾ, രണ്ടുപേരുടെയും കാലുകളൊക്കെ വേണ്ടതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്, പൂർണ്ണമായും നഗ്നമായ കാലുകൾ. അപ്പോൾ അതങ്ങനെയൊക്കെ കളിച്ചിട്ട് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും അതങ്ങ് കഴിഞ്ഞ്. ബാക്കി ഞങ്ങൾ ചെറുപ്പക്കാർ പറയുന്നതാ, അത് ബാക്കി അവർ തമ്മിൽ ചെയ്യുന്നുണ്ടായിരിക്കും. ചെയ്യാതിരിക്കുമോ? സ്ത്രീ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കാമശാസ്ത്രപ്രകാരം സ്ത്രീക്ക് പുരുഷൻ്റെ 3 ഇരട്ടിയാണ് വികാരം. അപ്പോൾ എനിക്ക് തോന്നുന്നു, എനിക്ക് ഈ ഇതൊക്കെ എല്ലാ സിനിമകളിലും വളരെ 10-50 അന്ന് മുതൽ ഇന്ന് കുറച്ച് കാലമായിട്ടുള്ള 5-10 വർഷമായിട്ടുള്ള സിനിമയെ പറ്റി എനിക്ക് പറയാനില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ ആകെ കണ്ടത് ഒന്ന് മമ്മൂട്ടിയുടെ പഴശ്ശിരാജയാണ്. അത് വേറെ ഒരു സിനിമയും കണ്ടിട്ടില്ല. ഇപ്പോഴത്തേതൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഈ പ്രശ്നവുമായി പലതിനെയും സമീപിക്കുന്ന, പ്രത്യേകിച്ച് മീഡിയക്കാരെ സമീപിക്കുന്ന ഈ യുവതികളോ പ്രായമായവരോ കഴിഞ്ഞു പോയ കാലത്തെ അങ്ങനെ ഞങ്ങളൊക്കെ സംസാരിച്ചിരുന്നത് ഈ സ്ത്രീകളൊക്കെ ഏകദേശം, സിനിമയിലുള്ള സ്ത്രീകളൊക്കെ ഏകദേശം വേശ്യകളെ പോലെയാണെന്നാണ്. അപ്പോൾ ശരിക്കും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ചെറുപ്പക്കാർ വിശ്വസിച്ചത്. അതുപോലെ ഏതെങ്കിലും സിനിമക്കാരിയെ സാധാരണ ഒരു നല്ല നിലയിൽ ആയിരിക്കുന്ന കഴിച്ചിട്ട്, ഏതോ ഒരു വലിയ പണക്കാരനെല്ലാം കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് അവരുടെ സ്വഭാവമൊക്കെ പരിഗണിച്ചിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ബലാത്സംഗം ചെയ്യപ്പെട്ടാൽ എന്താണ്, അതിന് പിന്നീട് സാധാരണ നാട്ടിലൊക്കെ ഇപ്പോൾ പെൺകുട്ടികളും പ്രേമമില്ല, കവികളൊക്കെ എഴുതിയ പ്രേമം ഇപ്പോൾ കാണാനില്ല, എല്ലാം പങ്കുവയ്ക്കൽ തന്നെയാണെന്ന് പറഞ്ഞു കേൾക്കുന്നത്. ഞാൻ ശരിക്കറിയില്ല. അപ്പോൾ അങ്ങനെ പ്രശ്നത്തിലാവുമ്പോഴാണ് ബലാത്സംഗം എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരുവൻ കല്യാണം കഴിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അതങ്ങ് പോയി. അല്ലെങ്കിൽ മറ്റു പലരും അത് മുന്നോട്ട് വരാറില്ല. അതൊന്നും മാനക്കേടാണെന്നാണ്. പലരും കല്യാണം കഴിച്ച് മക്കളൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ ഇതൊന്നും പുറത്ത് കൊണ്ടുവരാൻ അധികം ആരും ശ്രമിക്കുകയില്ല. എന്തു തന്നെയായാലും ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ക്ഷമിക്കണം. ചെറിയ പ്രായത്തിൽ ബലാത്സംഗം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും, ഞാൻ ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, യൂട്യൂബിൽ തന്നെയാണെന്ന് തോന്നുന്നു, ആ പുരുഷനെ നല്ല കോടതിയിലൊക്കെ കയറി എങ്ങനെ അവസാനം രക്ഷപ്പെടാൻ അനുവദിച്ചുകൂടാ. അതിന് പെട്ടെന്ന് തന്നെ ശിക്ഷ കിട്ടണം. എന്തു ചെയ്യണം? നാട്ടുകാർ ചേർന്ന് അവനെ ഭ്രാന്തനായി എറിഞ്ഞു കൊല്ലുന്നത് പോലെ കൊല്ലണം എന്ന്. അങ്ങനെയാണ് കുട്ടികളെയൊക്കെ ബലാത്സംഗം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കൊല്ലണം. അല്ലാതെ സ്ത്രീകൾ സഹകരിച്ചിട്ട് എന്തെങ്കിലും ചെയ്താൽ അത് പിന്നീടും സിനിമയിലെ ചാൻസ് കിട്ടും എന്ന് വ്യാമോഹിപ്പിച്ചിട്ടാണ് സമ്മതിച്ചത് എന്നൊക്കെ പറയുന്നതിൽ ഒരർത്ഥവുമില്ല. അതെങ്ങനെയാണ് വ്യാമോഹിപ്പിച്ചിട്ട് സ്ത്രീയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് പിന്നെ അവരുടെ ലൈംഗികമായ അവരുടെ സ്വകാര്യത സൂക്ഷിക്കുക. അവരുടെ ജീവിതം തന്നെയാണത്. അതൊരിക്കലും ഒന്നിനും പണയം വെക്കാൻ സമ്മതിക്കാനോ വിലപേശാനോ ഒന്നും അനുവദിക്കാൻ പാടില്ല. അത് വേറെ മറ്റാരും പറഞ്ഞു കൊടുക്കേണ്ട. അത് അവർക്ക് തന്നെ അറിയാം. എന്താ അറിയില്ലേ? അങ്ങനെ തീർച്ചയായും അത് ചിന്തിക്കേണ്ടതാണ്. ഇനി എനിക്കൊന്നും പറയാനില്ല.
കാരണം ഈ അമ്മ എന്ന് പറയുന്നത് അതൊക്കെ 10,000-ത്തോളം ആൾക്കാർ ജീവിതമാണ് എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ ഏതവസ്ഥയിലാണ് അതൊന്ന് 2-3 സിനിമയിൽ കുറച്ച് ഭാഗം അഭിനയിച്ചവർ അവിടെ തന്നെ പിടിച്ചു തൂങ്ങുകയാണോ? വീടൊന്നുമില്ലേ? എന്തിനാണ് ഇവർ ഒറ്റയ്ക്ക് പോയിട്ടൊരു റൂമെടുക്കുന്നത്? വളരെ കാലം മുമ്പേ തുടങ്ങിയ ഒരു സംവിധാനം സിനിമ ഫീൽഡ് ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഒത്തിട്ട് ഒരു 5-6 സ്ത്രീകൾക്ക് ഒരു സ്ഥലത്ത് പോയി കിടന്ന് അന്തി ഉറങ്ങിയാൽ എന്താ പ്രശ്നം? ഒരു ലോഡ്ജിലാണെങ്കിൽ ഒരു റൂമിൽ ഒരു ഡോർമിറ്ററിയിൽ ഒന്നിച്ചു പോയി കിടന്നാൽ എന്താണ് പ്രശ്നം? ഇതൊക്കെ സ്വാഭാവികമാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ഞങ്ങളൊക്കെ പറയുന്നത് സിനിമയിൽ ചാൻസ് കിട്ടാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ് എന്നാണ്. ഞാൻ ഒരിക്കൽ ഇവിടെ അടുത്തുള്ള ഒരു സ്ത്രീ പറയുന്നത് കേട്ടു. സുന്ദരിയായ ഒരു മകളുണ്ട്, അവൾ സിനിമയിലാക്കണം കയറ്റണം എന്നുള്ള വിചാരം ആ സ്ത്രീക്ക്. അങ്ങനെ അവളെ കൊണ്ടുപോയി മറ്റൊരു സ്ത്രീയുമായി ആ സ്ത്രീ സംസാരിക്കുന്നത് കേട്ടതാ. എൻ്റെ മകൾക്ക് സിനിമയിൽ കെട്ടി മോഹൻലാലിൻ്റെ ഓടി കാണാൻ അഭിനയിക്കാൻ ചാൻസ് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു സ്ത്രീ ചോദിക്കുകയാണ്, ബലാത്സംഗം ചെയ്തതല്ലേ? അപ്പോൾ ബലാത്സംഗം ചെയ്താൽ എന്താ? മോഹൻലാലല്ലേ ബലാത്സംഗം ചെയ്തത്? അങ്ങനെയുള്ള ഒരു ചിന്താഗതിയാണ് ആ കാലത്തുള്ള പല അമ്മമാർക്കും ഉണ്ടായതും. പെൺകുട്ടികൾക്കും അതേ സ്വഭാവം തന്നെ ചിന്തയാണ്. അത് കാലം കഴിയുമ്പോൾ അത് അവനവൻ്റെ തെറ്റ് മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരുടെ ഒരേ തെറ്റ് 2 പേരും ചെയ്തിട്ട് ഒന്നിച്ച് ചെയ്തിട്ട് മറ്റേയാളെ ശിക്ഷയ്ക്ക് തള്ളിവിട്ട് കൊടുക്കാൻ പാടില്ല എന്നാണ്. നിങ്ങൾ മനുഷ്യരാണെങ്കിൽ സത്യത്തിന് വേണ്ടി മാത്രം നിലകൊള്ളണം. നിങ്ങളെ ദ്രോഹിച്ചെങ്കിൽ, ഒന്നുമില്ലാതെ നിങ്ങളെ ദ്രോഹിച്ചെങ്കിൽ നിങ്ങൾ കേസുമായി പോയിക്കൊള്ളൂ. ഓക്കെ, നമസ്തേ.